ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ആ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉടനെ തന്നെ ഗ്രേപ്സ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, ഇല്ലെങ്കിൽ കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രേപ്സ് ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. വലിയ സവോളയാണെങ്കിൽ ഒരു 1/4 ഭാഗം മതി. 4-5 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, എരിവിനനുസരിച്ച് വറ്റൽമുളക് എടുക്കാം, 5-6 വറ്റൽമുളക് എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് മുന്തിരിയാണ്. മുന്തിരി ഒരു 15 ചെറിയ മുന്തിരി, വലിയ മുന്തിരിയാണെങ്കിൽ 7-8 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം, അതിന് ശേഷം വേണം നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പുളിയുള്ള മുന്തിരിയാണിത്, അധികം മധുരമുള്ള മുന്തിരിയല്ല, ചെറിയ പുളിയുള്ള മുന്തിരിയാണിത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മുന്തിരി പുളി ഇല്ലാത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ പുളി ചേർക്കേണ്ടി വരും. നമ്മൾ തക്കാളിയുടെ പുളി കൂടാതെ പുളി ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റുമ്പോൾ ചെറിയൊരു പീസ് വാളൻപുളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ പുളി കറക്റ്റ് ആയിക്കോളും. ചമ്മന്തിക്ക് ചെറിയൊരു പുളി ഉണ്ടെങ്കിലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് മധുരമുള്ള മുന്തിരി വാങ്ങിക്കരുത്, ചെറിയ പുളിയുള്ള മുന്തിരി തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക. മുന്തിരി ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ പുളിയുള്ള മുന്തിരി തന്നെ വാങ്ങിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ മതി. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർക്കാം. വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ചാണ് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും കുറച്ച് കുക്കിംഗ് ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആദ്യം ചേർത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. ഈ സവോള ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പ് അവസാനമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. സവോള ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ, അത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. നീളത്തിലാണ് നമ്മൾ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തക്കാളിയും ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് വേണം നമ്മുടെ മുന്തിരി ചേർക്കാൻ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുന്തിരി വലിയ മുന്തിരിയാണെങ്കിൽ 2-ആയിട്ടോ 4-ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ മുന്തിരി എടുത്തിട്ടുള്ളതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുന്തിരി അനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസം വരും, അതാണ് 2-ആയിട്ടോ 4-ആയിട്ടോ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകൊക്കെ കുക്കായി വരാൻ സമയമെടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാനിലേക്കല്ലല്ലോ ഇടുന്നത്, ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അല്ലേ ഇടുന്നത്. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല കളർഫുള്ളായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായി വരും. മുന്തിരിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എല്ലാവർക്കും ചമ്മന്തി കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം കേട്ടോ, അധികം വേണ്ട, ഒരു തണ്ട് മതി. എന്താണെന്ന് വെച്ചാൽ കുറേ കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് അധികം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്താൽ മതി. അപ്പോൾ ഈ സമയത്താണ് നമ്മളിനി പുളി ചേർക്കാൻ പോകുന്നത്. ഈ മുന്തിരിയും തക്കാളിയൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് പുളി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്തിരിക്ക് മധുരമാണെങ്കിൽ കൂടുതൽ പുളി ചേർക്കണം. ഈ മുന്തിരിക്ക് അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് പുളിയെ ചേർക്കുന്നുള്ളൂ.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുന്തിരി ഒന്നുകൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂട് മാറിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ചൂടോടുകൂടി അരയ്ക്കരുത് ഈ ചമ്മന്തി. എല്ലാം ചൂട് മാറിയിട്ട് അരയ്ക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ചൂട് മാറിയിട്ട് അരയ്ക്കണം എന്ന് പറഞ്ഞത്. കണ്ടോ, തക്കാളി ഇപ്പോൾ കുക്കായി നല്ല ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മുന്തിരിക്ക് കുരുള്ള മുന്തിരിയാണെങ്കിൽ കുരു മാറ്റിയിട്ട് വേണം കേട്ടോ ഇതുപോലെ വഴറ്റിയെടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുവും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കുരു ഇടയ്ക്ക് കടിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുരു മാറ്റിയിട്ട് വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. കുരു ഇല്ലാത്ത മുന്തിരിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് വഴറ്റാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഈ മിക്സ് ഒന്ന് ചൂട് മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ ചൂട് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്, ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുകയും ചെയ്യരുത്. അത് രണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചൂട് കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഒരുപാട് അരയ്ക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി അത്ര പെർഫെക്റ്റ് ആവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടില്ല, ചെറിയ തരിതരിപ്പോട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി കഴിക്കാവുന്നതാണ്. ഞാൻ വറവ് ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ അതുപോലെ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കുമ്പോൾ ജസ്റ്റ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ചേർത്തിട്ട് വറവ് ചേർക്കാം. അപ്പോൾ ഞാൻ വറവ് റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കിയത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ചേർത്തിട്ടുണ്ട്. കടുകും എണ്ണയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ ദോശയുടെ കൂടെയാണോ ഇഡ്ഡലിയുടെ കൂടെയാണോ ചോറിൻ്റെ കൂടെയാണോ കൂടുതലായിട്ട് ഇഷ്ടമായതെന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനും ചേർത്തില്ല വറവ് റെഡിയാക്കിയത്, കുറച്ചേ ചേർത്തുള്ളൂ. കഴിക്കുമ്പോൾ ഈ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് എരിവെല്ലാം കറക്റ്റാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ട് ഇതുപോലൊരു ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, തേങ്ങയൊന്നും വേണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫോട്ടോയൊക്കെ ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരാം. വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.